മോഹൻലാൽ എന്നാൽ മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനാവാത്ത അഭിനയ പ്രതിഭയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡാണ് മോഹൻലാലിന് മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ലഭിച്ചിരിക്കുന്നത്. തന്റെ 65ാമത്തെ വയസ്സിൽ ഈ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറി അദ്ദേഹം. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അഭിനേതാവ്, ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ തുടങ്ങി സിനിമയുടെ പല മേഖലകളിലും അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചു. ഇന്ത്യൻ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൽ സുവർണ കമലവും മെഡലും ഷോളും 10 ലക്ഷം രൂപയുമാണ് മോഹൻലാലിന് ലഭിച്ചത്. ഇതിനു മുന്നേ 5 ദേശീയ പുരസ്കാരങ്ങളാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇതിൽ 2 മികച്ച നടനുള്ള പുരസ്കാരങ്ങളാണ്. പത്തനംതിട്ടയിലെ എലന്തൂരിലാണ് ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതുമൊക്കെ തിരുവനന്തപുരത്താണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ച അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യൻ സിനിമ കണ്ടതിൽ വച്ച് മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി. ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുമായിരുന്നു എന്ന്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ല എന്നായിരുന്നു. ഒട്ടുമിക്ക നടന്മാർക്കും ഇല്ലാത്തൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കോമഡി ആയാലും സീരിയസ് വേഷങ്ങളായാലും അനായാസം ചെയ്യാനുള്ള കഴിവ്. 1991 ഭരതം, 1999 വാനപ്രസ്ഥം എന്നീ സിനിമകളിലെ അഭിനയ മികവിനാണ് ദേശീയ പുരസ്കാരങ്ങൾ 2 തവണ അദ്ദേഹത്തെ തേടിയെത്തിയത്. തുടർന്ന് പത്മശ്രീ, പത്മഭൂഷൺ, ഇപ്പോൾ ഇതാ ദാദാസാഹിബ് ഫാൽക്കെ. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.